കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്ക് കുളക്കട വില്ലേജിൽ 16-ാം വാർഡിലെ ഒരു സഹോദരൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സഹോദരൻ്റെ വൃക്കകളും തകരാറിലായതിനാൽ സഹോദരനെ ആരെങ്കിലും സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ആ സഹോദരൻ്റെ വീട്ടിലേക്ക് ചെന്നു. സഹോദരൻ്റെ അമ്മയായിട്ട് സംസാരിക്കും. ഹലോ, ഞാൻ മഞ്ചേഷിൻ്റെ അമ്മയാണ്. എൻ്റെ മോനിപ്പോൾ 6-7 മാസം കൊണ്ട് രണ്ട് വൃക്കയും തകരാറിലായ ചികിത്സയിലാണ്. ഞങ്ങളിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. 6 മാസമായിട്ട് അവന് ആഴ്ച 3 പ്രാവശ്യത്തെ ഡയാലിസിന് കൊണ്ടുപോകണം. ആ പോകുന്നതിനുള്ള തുക ഞങ്ങളുടെ കയ്യിലില്ല. എൻ്റെ വീട്ടിൽ നിന്നും കുറേ സഹായങ്ങൾ കിട്ടിയ ആ പൈസ കൊണ്ടാണ് ഇതുവരെ ഞങ്ങൾ ആശുപത്രി പോകുന്ന ചിലവുകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പുത്തൂർ അങ്ങനെയൊക്കെ എൻ്റെ വീട്ടിലെ അയൽക്കാരും ബന്ധുക്കാരും കൂടിയാണ് ഞങ്ങളുടെ ചിലവ് നടത്തുന്നത്. ഞങ്ങൾക്കിപ്പോൾ ആശുപത്രി ചികിത്സയ്ക്ക് പോകാനായിട്ട് 10 പൈസ ഞങ്ങളുടെ കയ്യിലില്ല. ഒരു മാർഗവുമില്ല. അടുത്ത മാസം ഓപ്പറേഷൻ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ 2 വൃക്കയും മാറ്റി വെക്കണം. അതിന് ഭാരിച്ച തുക ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി കഴിയുന്ന ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഈ നാട്ടിൽ നിന്ന് ഒരു പാർട്ടിക്കാരോ മറ്റുള്ളവരോ ആരും ഞങ്ങളെ സഹായിച്ചിട്ടില്ല. 2-3 പള്ളികളിൽ നിന്നല്ലാതെ ഞങ്ങൾക്കൊരു സഹായവും ഇവിടെ ഈ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇത് കാണുന്ന നല്ലവരായ ജനങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ ഞങ്ങൾക്ക് തന്ന് സഹായിക്കണമെന്ന് നിങ്ങളോട് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ഈ മഞ്ചേഷ് കിടക്കുന്ന വീടാണിത്. മൊത്തം ചോർന്നൊലിച്ച് കിടക്കുന്ന ഒരു വീടാണ്. മൺകട്ട കെട്ടിയ മഞ്ചേഷിനെ സഹായിക്കാൻ ആരുമില്ല. മഞ്ചേഷിനെ സഹായിക്കാൻ ഇനി നമ്മളൊക്കെ ഉള്ളൂ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മഞ്ചേഷിനെ സഹായിക്കണം. മഞ്ചേഷിൻ്റെ വീടാണിത്. നല്ലൊരു അടുക്കള പോലും ഇല്ലാത്ത ഒരു വീടാണ്. ഈ വീട്ടിലാണ് മഞ്ചേഷ് താമസിക്കുന്നത്. വൃക്കകളും നഷ്ടപ്പെട്ട മഞ്ചേഷിനെ കനിവുള്ള ആരെങ്കിലും സഹായിക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. മഞ്ചേഷ് അത്രയും തകർന്ന ഒരു വീട്ടിലാണ് കിടക്കുന്നത് തന്നെ. മൺകട്ട കെട്ടിയ ഒരു വീട്ടിലാണ് മഞ്ചേഷ് കിടക്കുന്നത്. ഒറ്റമുറി വീട്ടിൽ മഞ്ചേഷ് കിടക്കുന്നത്. മഞ്ചേഷിനെ സഹായിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഈ കുടുംബം ഒരു പാവപ്പെട്ട കുടുംബമാണ്. ആരുമില്ല സഹായിക്കാൻ. മേളിൽ ഷീറ്റിട്ട വീടാണ്. ഇതിലാണ് ഒരു 25-കാരനായ മഞ്ചേഷ് വൃക്കകളും തകരാറിലായി കിടക്കുന്നത്. ഇത് കണ്ടു നിൽക്കുന്ന ഏതെങ്കിലും നല്ല മനസ്സിനുടമകൾ സഹായിക്കണമെന്ന് ഞാൻ പറയുന്നു. മഞ്ചേഷിൻ്റെ ശിക്ഷകനോട് നമുക്ക് ഇനി സംസാരിക്കാം. പുത്തൂർ മൈലംകുളം പടിഞ്ഞാറ് ഭാഗത്തുള്ള മഞ്ചേഷിൻ്റെ ചിറ്റപ്പനാണ് ഇത്. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. അത് 6 മാസം കൊണ്ട് ചികിത്സയിലാണ്. 2 വൃക്കയും തകരാറിലാണ്. അതുകൊണ്ട് അടുത്ത മാസം ജനുവരി ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അതിന് യാതൊരു സാമ്പത്തിക സഹായം നമ്മുടെ കൈവശമില്ല. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഇന്ത്യക്ക് അകത്തുള്ളതും ഇന്ത്യക്ക് പുറത്തുള്ളതും നമ്മളെ തന്ന് സഹായിക്കണം. പിന്നെ നമുക്ക് രാഷ്ട്രീയക്കാരോ നാട്ടുകാരോ യാതൊരു സഹായമില്ലായിരുന്നു. പിന്നെ 2-3 പള്ളിയിൽ നിന്നുള്ള സാമ്പത്തികമേ ഉള്ളൂ. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. പിന്നെ ഞങ്ങളെ കഴിയുന്നത് സാമ്പത്തികം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് അങ്ങനെ കൂടുതൽ ജോലിയൊന്നുമില്ല. ഉള്ളത് നമ്മൾ ഒരു പങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കഴിയുവാണ്. അപ്പോൾ അടുത്ത മാസമാണ് ഡോക്ടർ നിർബന്ധമായി പറഞ്ഞേക്കുന്നത് ചികിത്സയ്ക്ക് ഓപ്പറേഷന് തയ്യാറാവണം. അതിന് 5 പൈസ നമ്മുടെ കൈവശമില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും, അത് ഇന്ത്യക്ക് അകത്തുള്ളതും ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന എല്ലാ മലയാളിയും ഒന്ന് ദയവ് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സഹായിക്കണം. മഞ്ചേഷിൻ്റെ അച്ഛൻ ഒരു 7 വർഷം കൊണ്ട് പിണങ്ങിയിരിക്കുകയാണ്. അമ്മയും ഈ 2 മക്കളുമാരും. ഇളയ കുട്ടിയാണ് മഞ്ചേഷ്. മൂത്ത പയ്യനാണ് ഈ തുണിക്കടയിൽ നിൽക്കുക. അതിന് കിട്ടുന്ന ചെറിയ സാമ്പത്തികമാണ്. അതുകൊണ്ടൊന്നും നമ്മുടെ കത്തില്ല. അമ്മ ജോലിയില്ല. അമ്മ വരുമ്പോൾ വീട്ടുപണിക്ക് പോയി വീട്ടിലേക്കായിരുന്നു. അപ്പം ഈ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പോകാൻ പറ്റത്തില്ല. ആഴ്ച 3 വട്ടം പോകണം ഡയാലിസിന് വേണ്ടി.
നമ്മളിപ്പോൾ ലൈൻ ബസ്സിന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ടാക്സി പിടിച്ചാൽ പോകുന്നത്. അതുകൊണ്ട് 74-80 കിലോമീറ്ററോളം വരും. അങ്ങനെ ആ ആ 1500. ആ ചിലവ് ഡയാലിസിസ് ഒരാളെ ചിലവ് 1500-2000 രൂപയോളം ആവും ഒരു ദിവസത്തെ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. 3 ഡയാലിസിസ് 3 ഡയാലിസിന് പോയി വരുമ്പോൾ തന്നെ നല്ലൊരു സമ്പത്ത് നമ്മൾ വേണം. ഇത് നമ്മുടെ കൈവശമില്ല. അതുമല്ല ആ ഒരു വീട്ടിൽ തൊഴിലിന് പോകാൻ ആരുമില്ല. മൂത്തൊരു പയ്യനുണ്ട്, ഈ തുണിക്കടയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ഇതാ വരുമാനമാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ മലയാളികളായ എല്ലാ നാട്ടുകാരും, ഈ ഇന്ത്യക്ക് പുറത്തുള്ളവരും ഇന്ത്യക്ക് അകത്തുള്ളവരും പ്രവാസികളെല്ലാം ഈ കുഞ്ഞിന് വേണ്ടി സാമ്പത്തികമായിട്ട് സഹായിക്കണം. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇഞ്ചക്ഷന് ഇപ്പോൾ 24 വയസ്സ്. കറക്റ്റ് എത്ര വയസ്സ്? 25 കറക്റ്റ്. അപ്പോൾ മഞ്ചേശ്വരം എന്ത് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു? അയാൾ JCBയുടെ ഇത് ക്ലീനറായിട്ട് പോയിരുന്നതാണ്. അന്നേരം അറിയുന്നു. ഇപ്പോൾ ഈ മാർച്ച് കഴിഞ്ഞ ഈ വർഷം മാർച്ച് മാസമാണ് ഈ സംഭവം അറിയുന്നത്. അത് കഴിഞ്ഞ് അന്ന് മുതലുള്ള ചികിത്സയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഒരാളുടെ വരുമാനം കൊണ്ട് എങ്ങനെ കഴിയാനാണ്? മൂത്ത പയ്യൻ അമ്മ വീട്ടു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നാണ്. അപ്പോൾ ഇപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി പോകുന്നതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ കഴിയാതെ നമ്മൾ സഹോദരങ്ങളും എല്ലാം സഹായിക്കുന്നത്. അങ്ങനെയാണ് അവർ കഴിഞ്ഞു പോകുന്നത്. പിന്നെ ചികിത്സയ്ക്കുള്ള വരുമാനമാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കണ്ടിരിക്കുന്ന എല്ലാ നാട്ടുകാരും, ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഇത് കണ്ടിരിക്കുന്ന ഈ കുഞ്ഞിനെ സഹായിക്കാൻ വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി സാമ്പത്തിക സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.